മുണ്ടക്കൈ ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ മേപ്പാടിയിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉന്നതതല യോഗം നടക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരും അധ്യാപകരും പങ്കെടുക്കുന്നുണ്ട്. ഷഹദ് റഹ്മാൻ വിശദാംശങ്ങളുമായി ചേരുന്നു. പറയൂ ഷഹദ്. SK അല്പസമയം മുൻപായിരുന്നു ഇവിടെ ഈ യോഗം അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ യോഗം നടന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ യോഗം പൂർത്തിയായി. മന്ത്രി വി ശിവൻകുട്ടി അതുപോലെ തന്നെ സജി ചെറിയാനും ഇപ്പോൾ കളക്ട്രേറ്റിൽ നടക്കുന്ന ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കാനായിട്ട് ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. ആ യോഗം കഴിഞ്ഞതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉരുത്തിരിഞ്ഞിട്ടുള്ള ആശയങ്ങളും പുതുതായിട്ട് തീരുമാനിക്കേണ്ട തീരുമാനങ്ങളും മന്ത്രി മാധ്യമങ്ങളോട് വ്യക്തമാക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായിട്ടും ഈ യോഗത്തിന്റെ അജണ്ട എന്ന് പറയുന്നത് നമുക്കറിയാം, ജില്ലയിലെ പകുതിയിലധികം സ്കൂളുകൾ ഇപ്പോൾ ഈ പൂട്ടിയിട്ടിരിക്കുകയാണ്, ക്ഷമിക്കണം, ഈ ക്യാമ്പുകൾ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ ക്ലാസുകൾ നടക്കുന്നില്ല കുട്ടികൾക്കൊന്നും തന്നെ. അപ്പോൾ എത്രയും വേഗം ഈ ക്യാമ്പുകൾ ഇവിടെ നിന്ന് മാറ്റി ഈ വിദ്യാർത്ഥികളുടെ തുടർ പഠനം സാധ്യമാക്കുക എന്നതാണ് മുഖ്യ അജണ്ടയായിട്ട് വരുന്നത്. അതുപോലെ തന്നെ സ്കൂളുകളുടെ പ്രവർത്തനം അത് സുഗമമാക്കാനുള്ള നടപടിയും സ്വീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ വിദ്യാർത്ഥികളുടെ പഠനം ഇങ്ങനെ മുടക്കാൻ സാധിക്കില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആ വിഷയമാണ് ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായിട്ടും ഉരുത്തിരിഞ്ഞു വരികയും അതാണ് ഇന്ന് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ജില്ലയിലെ മുതിർന്ന ഈ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർ അതുപോലെ സംസ്ഥാനത്തെ വിവിധ ഉദ്യോഗസ്ഥരൊക്കെ ഈ യോഗത്തിൽ പങ്കെടുത്തു. അതുപോലെ തന്നെ ജില്ലയിലെ വിവിധ സ്കൂളുകളിലുള്ള പ്രധാന അധ്യാപകരും ടീച്ചർമാരും ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പം ഇവരിൽ നിന്നെല്ലാം അഭിപ്രായങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും അത് രേഖയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി കളക്ട്രേറ്റിൽ നടക്കുന്ന ഉന്നതതല യോഗത്തിൽ ഇത് സബ്മിറ്റ് ചെയ്യും. അതിനുശേഷം അവിടെ നടക്കുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർന്ന് എന്ത് സ്വീകരിക്കണം എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക.